ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ ഷാസ് വ്ളോഗ്സ്. എന്തൊക്കെ എല്ലാവർക്കും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? എനിക്ക് സുഖം തന്നെ, അൽഹംദുലില്ലാ. നോമ്പൊക്കെ ആവാറായില്ലേ? എനിക്ക് കുറച്ചുകൂടിയുള്ള നോമ്പിനേക്ക്. അപ്പോൾ നമ്മൾ നോമ്പിന് ഫസ്റ്റ് റെഡിയാക്കുന്നത് വിറകാണ് കേട്ടോ. പണ്ട് കാലത്തൊക്കെ വിറകൊക്കെ ശേഖരിച്ച് കൊണ്ടുവന്ന് അങ്ങനെ ഒരുക്കി വെക്കണേനും. പക്ഷേ ഇപ്പോൾ വിറക് ശേഖരിക്കൊന്നും വേണ്ട, നമ്മുടെ കൂടെ ആകെ അലങ്കോലമായിട്ടുള്ള കുറേ വേണ്ടാത്ത ഐറ്റംസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് കൂടെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച്. ഇവിടുത്തെ ഉമ്മ പറയുന്നതൊക്കെ പണ്ട് മലയിൽ പോയിട്ട് വിറകെടുക്കുക. മലയിൽ പോയി ഈ റബ്ബറിൻ്റെ കൊള്ളിയെല്ലാം അതെല്ലാം എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് അതെല്ലാം കത്തിക്കുമെന്ന്. പക്ഷേ ഇപ്പം ഗ്യാസും എല്ലാം ഉള്ളതുകൊണ്ട് വിറകൊന്നും ആർക്കും വേണ്ട. ഇവിടെയും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. മടൽ തേങ്ങ ഒരിച്ച മടൽ തന്നെ കൂടെ നിറച്ചുണ്ട്. കുറേയെല്ലാം മണ്ണായിപ്പോയിക്ക്, കുറേ ഒലക്കണിയും മടലും ഒക്കെ മണ്ണായിപ്പോയിക്ക്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ആവശ്യമുള്ളതെല്ലാം നല്ലോണം എടുത്ത് വെച്ച് ബാക്കിയുള്ളതെല്ലാം ഒഴിവാക്കി വൃത്തിയാക്കി വെക്കാമെന്ന്. ഉപ്പ ഇത് ഇന്നലെ മെഞ്ഞാന്നുമായിട്ട് പുറത്തെടുത്തിട്ടാ വിറകും മടലും ഓലക്കണിയും എല്ലാം. മടൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മളെ തേങ്ങ ഒരിച്ചിട്ടുള്ള ചേരിയില്ലേ, ചേരി അതന്നെ സംഭവം. അപ്പോൾ അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കുറേ മണ്ണായിപ്പോയിക്ക്, ചിരട്ടിയും മടലും എല്ലാം കൂടി ഒരു കളിയായിക്ക്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇനി ഒരു മഴേൻ്റെ ഒരു തഞ്ചം ഉണ്ട്. അപ്പോൾ മഴ പെയ്താൽ പിന്നെ ഇതെല്ലാം നനഞ്ഞു പോയാൽ പിന്നെ ഇനി നമുക്കിത് കൂടുതൽ എടുത്തിട്ട് വരാവില്ല. പിന്നെ കൂടുതലെടുത്താൽ പിന്നെ പെട്ടെന്ന് എല്ലാത്തുമ്പോഴും ചെതൾ കാരും. അപ്പോൾ മഴ പെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം ഒന്ന് ഒരുക്കി വെക്കാമെന്ന് വിചാരിച്ച്. നോമ്പിനെയൊക്കെ എന്നും ഉണ്ട്, എന്നാലും പിന്നെ നമ്മളെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് പറയാനാവില്ലല്ലോ. മഴയും വെയിലും ഒക്കെ കൂടി എപ്പോൾ വരുമെന്ന് പറയാനാവില്ല. ഇനിയിപ്പോൾ മഴ തന്നെയാണെങ്കിൽ നമുക്കിതൊന്നും എടുത്ത് വെക്കലും കൂടെ വൃത്തിയാക്കലൊന്നും നടക്കില്ല. അപ്പോൾ ഇന്നെന്തായാലും ഉണ്ട്, ഇന്ന് ഉപ്പ് എന്തായാലും ഇറങ്ങുകയും ചെയ്തിക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഞാനും കൂടി കൊടുത്താൽ വേഗം പണിയായില്ലോ. ഇപ്പം വിറകിനും ഓലക്കണിക്കും മടലിനൊന്നും അത്ര ആവശ്യമില്ലെങ്കിലും നോമ്പിന് ഇത് അത്യാവശ്യം കേട്ടോ. നോമ്പിന് കാര്യമായിട്ട് നമ്മൾ അടുപ്പത്ത് നിന്നാട്ടോ എല്ലാം ആക്കുക. കാര്യമായിട്ട് എന്താണെന്ന് വെച്ചാൽ നോമ്പിന് 30 ദിവസവും 10 തന്നെ ഉണ്ടാക്കുക. 10 ഗ്യാസ് മേൽ വെച്ചാൽ നടക്കൂല. ഗ്യാസ് മേൽ വെച്ചാൽ 10 ദിവസം കൂടി ഗ്യാസ് എത്തലുണ്ടാവില്ല, കുറച്ചധികം വേണ്ടേ 10. അപ്പോൾ നമ്മൾ അടുപ്പത്ത് തന്നെയാണ് 10 വെക്കും. പിന്നെ ആടെ തന്നെ ചോറും ഇടും. നോമ്പ് തുറക്കുന്നതിന് മുമ്പ് തന്നെ ചോറും കറിയെല്ലാം ആടെ തന്നെ ആക്കും. അപ്പോൾ നോമ്പിന് ഇഷ്ടം പോലെ വിറക് വേണം. ഇപ്പം തന്നെ ഇതൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നോമ്പിനേക്ക് പിന്നെ നമ്മൾ നോക്കി നടക്കേണ്ടി വരില്ലേ. അപ്പോൾ അതിനേക്കുള്ള ഒരുക്കപ്പാടാട്ടോ ഇത്. ഓലക്കണിയെല്ലാം ആവശ്യമുള്ളതെല്ലാം എടുത്ത് ആവശ്യമില്ലാത്ത എല്ലാം തീയിലിടാന്ന് വിചാരിച്ച്. പിന്നെ ഓലക്കണിക്ക് അത്ര ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഫസ്റ്റ് തീ കത്തിക്കുമ്പോൾ മാത്രമല്ലേ ഓലക്കണി വേണ്ടൂ, പിന്നെ വിറകല്ലേ വെച്ച് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം വേണ്ട കുറച്ചെല്ലാം എടുത്ത് നമ്മൾ ഇതിൻ്റെ മേലെ ഇതെല്ലാം ഒഴിച്ച് സെറ്റാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലെ ഓലക്കണിയെല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യമില്ലാത്ത എല്ലാം എടുത്ത് തീയിലിടുന്നുണ്ട്. ഈ കൂട് വയ്ക്കലെന്നൊന്നും പറഞ്ഞാൽ ചില്ലറ പണിയല്ല കേട്ടോ. ഇത് നമ്മൾ ഒരാളെ പുറത്തുനിന്ന് വിളിച്ചെടുക്കുന്നതാണെങ്കിൽ 2 ദിവസത്തെ പണിയുണ്ട്, ഓലിക്ക് 1000 രൂപ ദിവസം കൊടുക്കുകയും വേണം. പിന്നെ നമ്മൾ രണ്ടാളും പിന്നെ ഉമ്മ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നില്ല കേട്ടോ. ഉമ്മാക്കൊരു സർജറി കഴിഞ്ഞുകൊണ്ട് റെസ്റ്റിലാണ്. അതുകൊണ്ട് ഉമ്മ സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് നിർദ്ദേശം തരുന്നതാണ്, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും മറ്റേ ചെയ്യുന്നല്ല. അപ്പോൾ ഉമ്മ എൻ്റെ നിർദ്ദേശത്തിനനുസരിച്ചാണ് ഞാനും ഉപ്പയും പണിയെടുക്കുന്നത്. ചിലരെല്ലാം വിചാരിക്കുന്നുണ്ടാവും ഇതെന്തിനാ ഈ പണിയെല്ലാം എടുക്കുന്നത്, വിറകെന്തിനാ പിന്നെ ഗ്യാസുമ്മ കത്തിച്ചാൽ പോരേ എന്നല്ലേ. എന്നാലും നമുക്ക് നോമ്പിന് വിറക് ആവശ്യം കേട്ടോ. നോമ്പിന് നമ്മളെല്ലാം കൂടി കുറേ ഐറ്റംസ് ഉണ്ടാക്കണ്ടേ, പൊരികൾ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഫുള്ള് ഗ്യാസുമ്മൽ കത്തിച്ചാൽ ഗ്യാസ് പെട്ടെന്ന് കഴിയും, 10-15 ദിവസം നമുക്ക് എത്തും. അപ്പോൾ വിറകുമ്മലും അടുപ്പുമ്മലും ഗ്യാസുമ്മലും രണ്ടുമ്മലും ആക്കിയാൽ നമുക്കൊരു 1.5 മാസമൊക്കെ ഗ്യാസ് നിൽക്കും. അപ്പോൾ അതാണ് കേട്ടോ ഇങ്ങനെ വിറകൊക്കെ സെറ്റാക്കി വെക്കുന്നത്. കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങളുണ്ടേനും കൂടുതൽ. നമ്മളിപ്പോൾ എല്ലാം ഒഴിച്ചിട്ട് അകത്തുനിന്ന് എല്ലാം ഒഴിച്ചിട്ട് ഇവിടെ അങ്ങ് കൊണ്ടുവച്ചേക്കും. അന്നേരത്തെ പണി കഴിഞ്ഞെന്ന് വിചാരിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് കുറേ വൃത്തിയാക്കാനുണ്ട്, കുറേ ആവുകയും ചെയ്തിക്ക്, വൃത്തിയാക്കുകയെല്ലാം ചെയ്തിട്ട്. അപ്പോൾ കുറേ നമ്മൾ ഒഴിവാക്കി കളഞ്ഞു കേട്ടോ. കുറേ തീയിലിട്ട് കത്തിച്ചതാണ് ഓലക്കണിയും മടലെല്ലാം. അപ്പോൾ നല്ലതെല്ലാം മടലെല്ലാം ഞാൻ എടുത്തിട്ട് ഉള്ളിലിടുന്നുണ്ട്. പിന്നെ ബാക്കിയെല്ലാം ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ തന്നെ ഈ പണിക്ക് ഇറങ്ങിയതാട്ടാ. രാവിലെ മക്കളെയും മദ്രസ് പറഞ്ഞാച്ച് പിന്നെ ആ സമയത്ത് തന്നെ ഇറങ്ങിയതാണ്. കണ്ടില്ലേ നിങ്ങൾ, ഇത്രയും ഐറ്റംസ് ഉണ്ട്. ഈ ചാക്കിലുള്ളതൊക്കെ മടലും ചിരട്ടയും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഇതുണ്ട് ഐറ്റംസ്. വിറകൊക്കെ കുറേ മുറിച്ചെടുക്കുവാനും ഉണ്ട്. ആ സമയം കണ്ട് തന്നെ ഉപ്പ വേണ്ടാത്ത ഓലക്കണിയും മടലും എല്ലാം അന്നേരം തീയിലിട്ട് കത്തിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെങ്കിൽ അവിടെ കുന്നുകൂടി കിടക്കും. അപ്പോൾ ഞാനിനി വിറകും കൂടി മുറിച്ച് എല്ലാം ഒരുമിച്ച് മുറിച്ച് അടിട്ട് വെച്ചാൽ നമുക്ക് പിന്നെ വേഗം ആവശ്യത്തിന് വന്ന് എടുക്കാമല്ലോ. അന്നേരം ഓരോരോ പ്രാവശ്യമായിട്ട് മുറിക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ വിറകെല്ലാം മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതുകൂടി മുറിച്ചെടുക്കുന്നുണ്ട്. കുറേ കൊള്ളി വിറകിനെല്ലാം ചെതളെല്ലാം പിടിച്ച് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് മുട്ടിയിട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ വേഗം പിന്നെ മറ്റുള്ളതിനെല്ലാം ചെതൾ കാര്യം കേട്ടോ. അപ്പോൾ എല്ലാം മുറിച്ചിട്ടുണ്ട്. ശേഷം മെനക്കെടുള്ള പണിയായത്. നമ്മൾ ഈ പണിയെല്ലാം എടുത്ത് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ടയേർഡായി പോട്ടാ. കുറേ ദിവസമായിട്ടാണ് ഞങ്ങളിനി പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഒന്നല്ല, ഒരു 2-3 മാസം മുമ്പേ തന്നെ പ്ലാൻ ചെയ്യൽ തുടങ്ങി. ഞാനും ഉപ്പയും ഉമ്മയും കൂടി കൂടെ വൃത്തിയാക്കണം, കൂടെയെല്ലാം ഒഴിവാക്കണം, എല്ലാം എടുത്ത് വെക്കണം. ഞങ്ങളെപ്പോൾ ഇതിന് ഇറങ്ങാൻ നോക്കുമ്പോൾ അന്നേരം മഴയായിരിക്കും. മഴയാണെങ്കിൽ പിന്നെ ഇതൊന്നും നടക്കൂല. എന്നാന്ന് വെച്ചാൽ ഇതെല്ലാം ഒഴിച്ച് പുറത്ത് എടുത്തിട്ട് 2-3 ദിവസം വെയിൽ കൊള്ളണം, എന്നാലും നമുക്ക് ഇതെല്ലാം മുട്ടി എടുത്ത് വെക്കാനോ. അപ്പോൾ ഇതിപ്പോൾ ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ്. ഇപ്പോൾ 2 ദിവസമായി ഇതെല്ലാം വെയിൽ കൊള്ളുന്നു.
അപ്പോൾ രാവിലെ വെക്കുമ്പോൾ ചെറിയൊരു മയത്തഞ്ചം പോലെ. അപ്പോൾ ഇനി ഇതെല്ലാം എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. ചാക്കിലെല്ലാം ഉള്ളത് പിന്നെ മടലാണ് കേട്ടോ. അപ്പോൾ മടലെല്ലാം ചാക്കിലുള്ള എല്ലാം എടുത്ത് കൂടെ തന്നെ മുട്ടുന്നുണ്ട്. പിന്നെ ഈ ചെരുപ്പ് പ്ലാസ്റ്റിക്കൊക്കെ ഇതൊക്കെ ഹരിതകർമ്മസേനയിലെ ചേച്ചിമാരെടുക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ചാക്കിലിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ചെരുപ്പ് ബാഗ് അങ്ങനത്തെ ഒക്കെ വേറെ വേറെ വെച്ചാൽ അതും അവരെടുത്തോളും. ഇനിയുള്ള പണി ഒരുവിധം എല്ലാം സെറ്റാക്കി മടലെല്ലാം കൂടുതലാക്കി നല്ലതെല്ലാം പിന്നെ ഒലക്കണിയെല്ലാം മേലെ എടുത്ത് വെച്ചിട്ട് പിന്നെ ഉമ്മ കെട്ടി ചൂലി ഇതെല്ലാം മേലെ എടുത്ത് വെച്ച് കേട്ടാ. ഇനി ഈ വിറക് നേരത്തെ മുറിച്ചിട്ട് വെച്ചതും കൂടി എടുത്ത് കൂടേൻ്റെ തമ്പ തന്നെ വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളവരെ മേലെ എടുത്ത് വെക്കാം. ഉപ്പ കൂടലുള്ള മണ്ണെല്ലാം അടിച്ച് അന്നേരം വാരുന്നുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം എടുത്ത് കൂടയിൽ വെക്കുന്നുണ്ട്. കൂടേൻ്റെ സൈഡിൽ തന്നെയാണ് വെക്കുന്നത്, നമുക്ക് പെട്ടെന്ന് ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ കൂടെ സെറ്റായി കേട്ടാ. എല്ലാം കൂടയിൽ എടുത്ത് വെച്ച് ഉപ്പാൻ്റെ പണിയും കഴിഞ്ഞ് ഇനി പുറത്തുള്ള കച്ചറകളെല്ലാം അടിച്ച് വരലട്ടാ പണി. സഞ്ചി ചെരുപ്പ് അതെല്ലാം ചാക്കിലിട്ട് വെച്ചിട്ട് കുപ്പി അങ്ങനത്തെ എല്ലാം എടുത്ത് വെച്ചേക്ക്. ഇനി ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം മണ്ണും മടലും ഇതെല്ലാം മണ്ണെല്ലാം എടുത്ത് കണ്ടത്തിലും കൊണ്ടുപോയിട്ട് ബാക്കി ഒലക്കണീൻ്റെ കഷ്ണം അത് ഇതും ഒക്കെ തീയിലും കൊണ്ടുപോയിട്ടാൽ നമ്മൾ പണി കഴിഞ്ഞിട്ടാണ്. ഇവരെ സൈക്കിൾ 2-3 ഇങ്ങനെ നിർത്തി വെച്ചേക്ക്. അതെല്ലാം നീക്കി ഓരോന്ന് എടുത്ത് വെച്ചിട്ട് അടിച്ച് വരണം. ചെറിയൊരു മെനക്കെടുള്ള പണിയാണ്. ഇപ്പോഴത്തേക്ക് ചെറുങ്ങനെ മയച്ചാറ്റലും തുടങ്ങി കേട്ടാ. ഭാഗ്യം അധികം പെയ്തിക്കില്ല, അല്ലെങ്കിൽ പിന്നെ ഇവിടെ എല്ലാം ചളിയായിട്ട് പിന്നെ തീരെ അടിക്കുവാനാവില്ല. അതിന് മുമ്പേ അടിച്ച് കഴിഞ്ഞിക്ക്. അപ്പോൾ ഇതാവട്ടാ വൃത്തിയാക്കി സെറ്റായി, നമ്മളെ കൂടെയും വൃത്തിയായി മുറ്റവും വൃത്തിയായി. ഇനി ഇത് അടിച്ചാക്കലുള്ള പണിയെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒക്കെ സെറ്റായി, കൂടെയും മുറ്റവും ഒക്കെ സെറ്റായി പണിയും കഴിഞ്ഞ്. അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് മഴയും പെയ്തട്ടാ. ഭാഗ്യം അൽഹംദുലില്ലാ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് തരാമെന്ന് മഴ പെയ്തത്. ഈ പണിയെല്ലാം കഴിയുമ്പോഴേക്ക് പിന്നെ നമ്മളെ വിശപ്പിൻ്റെ ഉൾവിളി വന്ന് കേട്ടാ എല്ലാവർക്കും. അപ്പോൾ വിശപ്പ് പെട്ടെന്ന് ശമിപ്പിക്കാൻ കഴിയുന്ന ഒരു ഭക്ഷണമാണ് അവിൽ. അപ്പോൾ അവിൽ തേങ്ങയും വെല്ലവും എല്ലാം ഇട്ട് അത് കുഴച്ച് പഴവും ഉണ്ടേനും. അപ്പോൾ ഞാനും ഉപ്പയും ഉമ്മയും എല്ലാം ചായ കുടിക്കുന്ന കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.